നിങ്ങൾ നല്ല സോഫ്റ്റ് ജ്യൂസി ഫ്ലേവർഫുൾ മോമോസിന് കൊതിക്കാറുണ്ടോ? ഇനി നമുക്ക് വീട്ടിൽ സിമ്പിളായി ടേസ്റ്റി മോമോസ് തയ്യാറാക്കാം. സോഫ്റ്റായ മാവ് തയ്യാറാക്കുന്നത് തൊട്ട് സ്റ്റീം ചെയ്യുന്നത് വരെ എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോയുടെ അവസാനത്തിൽ മോമോസ് കൂടുതൽ ടേസ്റ്റി ആക്കാനുള്ള ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് മോമോസിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോമോസിന് നമുക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ സവാള മതിയാവും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മോമോസ് തയ്യാറാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കാനും ജ്യൂസി ആയിട്ടിരിക്കാനും ഫ്ലേവർഫുൾ ആയിട്ടിരിക്കാനുമുള്ള ടിപ്പ് ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സവാള നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ചോളം ആഡ് ചെയ്യാം, ബീട്രൂട്ട് ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് കുതിർത്ത് വെച്ച് കുക്കറിൽ വേവിച്ചത് ആഡ് ചെയ്യാം. വെജിറ്റബിൾ മോമോസ് ആണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ മോമോസ് ആണ് തയ്യാറാക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഫില്ലിങ്ങിൽ ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്വീറ്റ്നെസ് വരും. സ്വീറ്റ്നെസ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇടാം, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തുറന്നു നോക്കാം. നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഫില്ലിങ്ങിൽ ഇച്ചിരി ക്യാരറ്റ് ആഡ് ചെയ്യുന്നത് നമ്മുടെ മോമോസിന്റെ ഫില്ലിങ് ജ്യൂസി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്യാരറ്റ് വെന്താൽ നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ് ആണ്. സോയാ സോസ് നല്ല ബെറ്റർ ഫ്ലേവർ തരും. എന്ന് വെച്ച് ഒരുപാട് ഇടരുത്. 250 ഗ്രാം ചിക്കന് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ മോമോസിൽ ഒണിയൻ, ക്യാരറ്റ്, ക്യാബേജ് ചേർക്കുന്നതാണ് നല്ലത്. പക്ഷേ ക്യാബേജ് എൻ്റെ ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ചേർക്കാട്ടോ. ഇനി നമുക്ക് എല്ലാം ഇളക്കിയതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺസ് എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത ചിക്കൻ ആണിത്. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മോമോസിന്റെ ഫില്ലിങ് നല്ല ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കുക. ഒരു 5 മിനിറ്റ് എടുക്കും ചിക്കൻ വെന്ത് വരാൻ. നിങ്ങൾക്ക് മോമോസ് ജ്യൂസി ആയിട്ടിരിക്കണമെങ്കിൽ ഈ ഇളക്കുന്ന ടൈമിൽ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, 2 ടീസ്പൂൺ. 5 മിനിറ്റ് കഴിഞ്ഞ് പാൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ചൂടിൽ ഇരുന്ന് ചിക്കൻ വേവും. അതാകുമ്പോൾ ചിക്കൻ ഒരുപാട് ഡ്രൈ ആവാതെ നന്നായിട്ട് വെന്ത് ജ്യൂസി ആയിട്ടിരിക്കും. ഇനി നമുക്ക് മോമോസിനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. നമ്മളിവിടെ മൈദാമാവാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര മോമോസ് വേണമോ അതിനനുസരിച്ചുള്ള മാവ് വേണം ചേർത്ത് കൊടുക്കാൻ. ഏകദേശം ഒരു 3 കപ്പ് അല്ലെങ്കിൽ 400 ഗ്രാം മാവ് ചേർക്കുമ്പോൾ ഒരു 4 പേർക്കുള്ള മോമോസ് പറ്റും. ആവശ്യത്തിനുള്ള മാവ് ചേർത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഇച്ചിരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരു മാവ് കറക്റ്റ് പാകം ആയി വരുന്നിടം വരേക്ക് നമ്മളൊന്ന് കുഴച്ച് കൊടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കത്തില്ലേ, അതിൻ്റെ ഒരു പരുവത്തിൽ കുഴച്ച് കൊടുത്താൽ മതി. നമ്മൾ മോമോസ് തയ്യാറാക്കുന്ന മാവിന് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. എളുപ്പം തന്നെ തയ്യാറാക്കാം. മാവ് നല്ല സോഫ്റ്റായി വരാൻ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ തൊട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ കുഴിഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതായത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മുടെ മോമോസ് സോഫ്റ്റ് ആയിട്ടിരിക്കാനുള്ള ടിപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മാവൊക്കെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പത്തിലായിരിക്കണം ബോൾസ് നമ്മൾ ഉരുട്ടി വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. കുട്ടിമാവ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വശവും നന്നായിട്ട് പരത്തി കൊടുത്ത് അത്യാവശ്യം നല്ല വലുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അത്യാവശ്യം മീഡിയം സൈസിലുള്ള മോമോസ് തയ്യാറാക്കുന്നത് കൊണ്ട് മാവ് കുറച്ചും കൂടെ വലുതായിട്ട് വലുപ്പത്തിൽ പരത്താൻ വേണ്ടിയിട്ട് തറയിൽ വെച്ച് പരത്തുന്നുണ്ട്. നമ്മൾ പരത്തിയ മാവിൻ്റെ സൈഡ് പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലായി വരും. എന്നിട്ട് സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഒന്ന് നമ്മൾ അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞ് മാവ് പരത്തിയതായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ മോമോസിന് വേണ്ടിയിട്ട് മാറ്റുന്നത്. അതുപോലെ ഒരു മാവിൽ നിന്ന് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള മോമോസ് ആണല്ലോ ഇത്. നമ്മൾ കുഞ്ഞ് മോമോസ് ആണെങ്കിൽ ഒരെണ്ണത്തിൽ നമുക്ക് 4 എണ്ണമൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ മോമോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞുളുക്കി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതല്ലാതെ വേറെ ഷേപ്പുകളും ഉണ്ട്. നമ്മളിപ്പം ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണ്, സർക്കിളായിട്ടൊക്കെ വരും.
ഈ ഷേപ്പ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ ഞുളുക്കി ഞുളുക്കി ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് മാറ്റുക. അങ്ങനെ ഫുള്ള് മോമോസും ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ മോമോസിലും ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മാവ് ഡ്രൈ ആകാതിരിക്കാനും നമ്മൾ സ്റ്റീം ചെയ്യാനിരിക്കുന്ന സ്റ്റീമറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇതേ നമ്മളിത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ആവിയിൽ വേവിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ മോമോസ് ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇത് കഴിക്കുന്നത് ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ആവിയിൽ വേവിക്കുന്ന പാത്രം എടുത്ത് വയ്ക്കുക. ഹോൾസ് ഉള്ളൊരു പാത്രമാണ് നല്ലത്. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലായിടും ഒന്ന് തടവി കൊടുക്കുക. എണ്ണ തേച്ച് കഴിഞ്ഞ് മോമോസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുന്ന സമയത്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുക. എന്നിട്ട് ആവി പുറത്തോട്ട് പോകുന്നത് കണ്ടാൽ നമ്മൾ തീ കുറച്ചിടണം. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് എടുക്കും മോമോസ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള മോമോസ് ആയതുകൊണ്ട് 15 മിനിറ്റ്സ് എടുക്കും. അല്ലെങ്കിൽ സ്മോൾ മോമോസ് ആണെങ്കിൽ 10 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ മതി. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ദേ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹാഡ് ലവ് ടു ഹിയർ യുവർ തോട്ട്സ്. നിങ്ങൾക്ക് സ്റ്റീംഡ് മോമോസ് ആണോ ഫ്രൈഡ് മോമോസ് ആണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. മോമോസ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഫില്ലിങ്ങിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സോയാ സോസ്, പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം എള്ളെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ രുചി കൂട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോമോസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ.